സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരാളും തീവ്രവാദിയാകില്ല. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരാളും ഭീകരവാദിയാവില്ല. വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരാളും ഒരു നാശകാരിയാവില്ല. ഖുർആൻ പഠിക്കേണ്ടതുപോലെ ഹൃദയത്തിൽ തൊട്ട് പഠിക്കുന്നവൻ ലോകത്തിന് സൽസ്വഭാവിയായ മാതൃകയാവും. കാരണം ഖുർആൻ ക്ഷണിക്കുന്നത് സൂറത്തുൽ ഇസ്രാഇന്റെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും നേരായ മാർഗത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ക്ഷണിക്കുന്നത്, മോശപ്പെട്ട മാർഗത്തിലേക്കല്ല. ഖുർആനിന്റെ മാർഗം മോശപ്പെട്ട മാർഗമല്ല. ഖുർആനിന്റെ പാത മോശമായ പാതയല്ല. ഖുർആനിന്റെ മാർഗം ഭീകരവാദമോ തീവ്രവാദമോ അല്ല, മറിച്ച് യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ല മാർഗം. വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ. അല്ലാഹു പറയാണ്, സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണം. സൽക്കർമ്മം ചെയ്യുന്ന വിശ്വാസികൾ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളട്ടെ. അന്ന ലഹും അജ്റൻ കബീറാ, അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. അപ്പൊ ഖുർആൻ ക്ഷണിക്കുന്ന മാർഗം മോശപ്പെട്ട മാർഗമല്ല. ഖുർആൻ പഠിച്ചാൽ വ്യഭിചാരിയാവില്ല, മദ്യപാനിയാവില്ല, തോന്നിയവാസിയാവില്ല, തെമ്മാടിയാവില്ല, ഉമ്മാനെ കൊല്ലാൻ പോയിട്ട് തല്ലാൻ പോയിട്ട് ഛേ എന്ന് പോലും പറയാൻ കഴിയില്ല. അത്ര നല്ല മാർഗമാണ് ഖുർആൻ ഈ സമൂഹത്തിൽ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഖുർആൻ ഇറങ്ങിയത് ആർക്കാണ്? മലയുടെ മുകളിലല്ല ഖുർആൻ ഇറങ്ങിയത്, ആകാശത്തിനല്ല ഖുർആൻ ഇറങ്ങിയത്, ഈ ഭൂമിയിലല്ല ഖുർആൻ ഇറങ്ങിയത്, മറിച്ച് മനുഷ്യർക്കാണ് ഖുർആൻ ഇറങ്ങിയത്. പർവ്വതങ്ങൾക്ക് ഖുർആൻ താങ്ങുമായിരുന്നില്ല, ആകാശങ്ങൾക്ക് ഖുർആൻ താങ്ങുമായിരുന്നില്ല, ഭൂമിക്ക് ഖുർആൻ താങ്ങുമായിരുന്നില്ല. അതേപോലെ തന്നെ വിശാലമായ കടലിന്, സമുദ്രത്തിന് ഖുർആൻ താങ്ങുമായിരുന്നില്ല. അല്ലാഹു തആല പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ അല്ലാഹു ഇറക്കിയത് അലാ ജബലിൻ, ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നെങ്കിൽ, ഒരു മലയുടെ മുകളിലായിരുന്നെങ്കിൽ, ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ പർവ്വതം തകർന്ന് തരിപ്പണമാകുന്നത് കാണാൻ നിനക്ക് സാധിക്കുമായിരുന്നു. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉൾക്കൊള്ളാൻ മൂസാ നബി പറഞ്ഞില്ലേ, അല്ലാഹ് എനിക്ക് നിന്നെ കാണണം. മലയുടെ അടിവാരത്ത് വരാൻ പറഞ്ഞു. ആ മലയുടെ അടിവാരത്തിൽ പടച്ചവനെ കാണാൻ ചെന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മല പൊട്ടിത്തെറിക്കുന്നത് കണ്ട് ബോധരഹിതനായി പോയെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ താങ്ങാനൊരു പർവ്വതത്തിന് കഴിയില്ല. മാത്രമല്ല, പടച്ചവനെ പോയിട്ടൊരു കലാം, അല്ലാഹുവിന്റെ കലാമായ ഖുർആനിനെ താങ്ങാൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, പടച്ചവനെ പേടിച്ച് അത് തകർന്നു പോകുന്നത്, ഭയവിഹ്വലമാകുന്നത് നിനക്ക് കാണാമായിരുന്നു എന്നാണ്.